ടീച്ചർ, ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു ഇപ്രാവശ്യം ദേവസ്വം ബോർഡിനെതിരെയും. സ്വർണ്ണപ്പാളി ഉടൻ തിരികെ എത്തിച്ചേ മതിയാവൂ, ഗുരുതര വീഴ്ച എന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെ. ഇവിടെ അത് തിരിച്ചെത്തിക്കുക എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഇനി അത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊരു ധാരണയിൽ നിന്നാണ്. തിരിച്ചെത്തിക്കുമ്പോഴും അത് തന്നെയാണ് തിരിച്ചെത്തുക എന്ന് നമുക്ക് അല്ലെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. കാരണം മുമ്പ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ കമ്പവിളക്കിന് ഇതിന് സമമായൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു കേടുമില്ലാത്ത സാധനം അത് മാറ്റിപ്പണിയാനാണ് എന്ന് പറഞ്ഞ് ഭക്തരുടെയോ അല്ലെങ്കിൽ ആരുടെയോ ആവശ്യമില്ലാതെ എടുത്തിട്ട് പോകുന്നു. ഭക്തർ സംഘടിച്ചത് തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷിച്ചപ്പോഴേക്കും അത് ഉരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള അതിന്റെ ആ മൂല്യം കണക്കാക്കാതെ, ഒരിക്കലും അതിന്റെ ആ വസ്തുവിന്റെ മൂല്യം അല്ല അതിനുള്ളത്, അതിനപ്പുറമുള്ള മൂല്യം ഉണ്ട് ആ വസ്തുക്കൾക്കൊക്കെ. അപ്പൊ ഇങ്ങനെ ഇത് ഇളക്കി കൊണ്ടുപോകാമെന്നും തോന്നിയവാസം കാണിക്കാമെന്നും വരുമ്പോ കേവലം സാധനം തിരിച്ചെത്തിയാൽ പോരാ, ഇതിന്റെ ഉത്തരവാദികൾ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിരിക്കണം. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കുകയും വേണം. അപ്പൊ അത് നോക്കണമെങ്കിൽ ഇതിന് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിട്ടും തന്നെ സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്ന കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, സാധാരണ പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ കണക്കുകൾ കൃത്യമല്ല എന്ന് വന്നാൽ പോലും, അതല്ലെങ്കിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ പോലും ആ നിലവിലുള്ള കമ്മിറ്റിയെ മാറ്റി എന്നേക്കുമായിട്ട് ആ ക്ഷേത്രം ദേവസ്വം ബോർഡിനെ പിടിച്ചെടുക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോണത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ അഴിമതി കാണിച്ചത്, ഇത് ശരിക്കൊരു അഴിമതിയും അതും അല്ലെങ്കിൽ അഹങ്കാരവുമാണ് അവിടെ കാണിച്ചത്. ഇത്രയും ചെയ്തവർക്ക് അധികാരത്തിൽ തുടരാനുള്ള ഇതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് തുടരാനുള്ള അർഹതയില്ല. അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഇത്രയും മഹാക്ഷേത്രം, ലോകം ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്രം, അതിന് ക്ഷേത്രത്തിന്റെ ഏറ്റവും മുൻവശത്തുള്ള ദ്വാരപാലകരുടെ ഗോളക, അതൊക്കെ എടുത്തുകൊണ്ട് പോകാനും പെട്ടെന്ന് തന്നെ ആരും അറിയാതെ തിരിച്ചെത്തിക്കാൻ എന്നൊക്കെയുള്ള ധാരണയിൽ പെരുമാറുമ്പോൾ ഇവർ നാളെ അയ്യപ്പനെ കൊണ്ടുപോയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നടയടച്ച നാടുകളിൽ പകരം വേറെ വിഗ്രഹം കൊണ്ടുവയ്ക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അരനിമിഷം പോലും ഈ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ തുടരാൻ യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ അധികാരവും ഇല്ല എന്നാണ് തോന്നുന്നത്.